അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് പ്രത്യേകിച്ച് നാളെയുടെ അസ്തമാന ശോഭയോടെ സാധ്യതയുള്ള പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ ആദ്യ രാവിൻ്റെയും ആ മാസത്തിൻ്റെയും ബറക്കത്ത് കൊണ്ട് നമുക്ക് ഇരുലോക വിജയം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കമൻറ്റിൽ സന്തോഷം പറയുന്ന, ദുആ ചെയ്യണമെന്ന് കൽബിൽ പറയുന്ന, കൽബിൽ ദുആ ചെയ്യുന്ന, നമ്മുടെ ക്ലാസ് പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അല്ലാഹു നമ്മുടെ മരിച്ചുപോയവർക്ക് ജന്നത്ത് കൊടുക്കട്ടെ. നമ്മുടെ രോഗങ്ങൾ, കടങ്ങൾ, പ്രയാസങ്ങളൊക്കെ അല്ലാഹു ഈ മാസത്തിൻ്റെ നായകർ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരട്ടെ. എല്ലാ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രവാസികൾ വിദേശ ലോകത്ത് പല സ്ഥലത്തും പിറ കാണാൻ സാധ്യതയുള്ള റബീഉൽ അവ്വലിൻ്റെ പിറ കാണാൻ സാധ്യതയുള്ള രാവാണ്. അതുകൊണ്ട് മാക്സിമം ഇന്ന് പിറ കാണുന്നുണ്ടോ, വിവരം അറിയുന്നുണ്ടോ എന്ന് ആ നാട്ടിലുള്ള ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രവാസ ലോകത്തോടും പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, നാളെ ഞായറാഴ്ച മഗ്രിബ് വാങ്കോടെ അസ്തമാന ശോഭയോടെ പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ കയറി വരുന്നത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ. പേര് പോലെ തന്നെ പ്രധാന വസന്തം, വിശ്വാസിയുടെ മനോനുകരങ്ങളിൽ ആനന്ദവും ആവേശവും ആഹ്ലാദവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വസന്തമാസം, അതാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ. അത് കയറി വരാൻ പോകുകയാണ്. ഈ സന്ദർഭത്തിൽ പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മീലാദുൻ നബി 1500-ാമത്തെ മീലാദുൻ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1500-ാമത്തെ അവിടുത്തെ ജനനം അടയാളപ്പെടുത്തുന്ന മാസമാണ്. ഒരുപാട് പ്രത്യേകതകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മുസ്ലിമീങ്ങൾ പാർക്കുന്ന ഓരോ ഇടങ്ങളിലും, ഓരോ മഹല്ലുകളിലും, ഓരോ വീടുകളിലും വലിയ സന്തോഷത്തിൻ്റെ പ്രകടനങ്ങളാണ്. അത് വീടുകൾ, പള്ളികളൊക്കെ അലങ്കരിച്ചങ്ങനെ റാഹത്തായിട്ട് മൗലിദ് പാരായണം സജീവമാണ്. കുടുംബക്കാരെ വിളിച്ച് മൗലിദ് കഴിക്കൽ, സ്വലാത്ത് ചൊല്ലൽ എല്ലാം സജീവമാണ്. സർവ്വസജീവമായിട്ട് നമ്മളുടെ ഈമാനിൻ്റെ കാതലാകുന്ന പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സമ്മാനം കിട്ടിയ മാസത്തിൻ്റെ സ്നേഹപ്രകടനം സ്വഹാബത്തൊക്കെ ചെയ്തുപോലെ നമുക്ക് സാധിക്കില്ല. നമുക്ക് സാധിക്കുന്നത് ഈ സില്ലി ചെറിയ പ്രകടനങ്ങളെ നമുക്ക് കഴിയുന്നത്. സ്വഹാബത്ത് അങ്ങനെയല്ല. സ്വഹാബത്ത് എല്ലാം കൊണ്ടുപോയി സമർപ്പിക്കുകയായിരുന്നു. ജീവൻ കൊടുത്താണ് സ്നേഹിച്ചത്, സമ്പത്ത് മുഴുവൻ കൊടുത്താണ് സ്നേഹിച്ചത്, ജീവിതം മുഴുവൻ കൊടുത്താണ് സ്നേഹിച്ചത്. ഇതാണ് അവസ്ഥ. അതിൻ്റെ എവിടെയെങ്കിലും എത്തുമോ? നമ്മുടെ ഇല്ല. എങ്കിലും അതിലൊരു ഭാഗവാക്കാകാൻ നമ്മളെക്കൊണ്ട് കഴിയുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ മാസം 1500-ാമത് അവിടുത്തെ മീലാദുൻ നബിയിൽ നമ്മളൊക്കെ മാക്സിമം നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും ഭാഗവാക്കാകണം. നമ്മുടെ തലമുറ ഖിയാമത്ത് നാൾ വരെ മക്കളുടെ മക്കൾ അങ്ങനത്തെ വരുന്ന ജനറേഷൻ മുഴുവനും റബീഉൽ അവ്വൽ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അതിനെ പരിഗണിക്കുന്ന ഒരു അനുസരണയുള്ള മഹബത്തുള്ള ഉമ്മത്താകണം. അതിനെന്താ? നമ്മൾ കാണിച്ചു കൊടുക്കണം, മാതൃക നമ്മൾ കാണിക്കണം. എൻ്റെ കുടുംബം, എൻ്റെ വാപ്പിച്ചി ഉമ്മച്ചി ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്ന് നമ്മുടെ കുഞ്ഞു മക്കൾ കാണണം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അതിൽ ഭാഗവാക്കാകണം. എല്ലാ മക്കളും റബീഉൽ അവ്വൽ മീലാദുൻ നബിയിൽ റബീഉൽ അവ്വൽ 12-ന് നിന്ന് സന്തോഷിക്കുമ്പോൾ, ഘോഷയാത്രകൾ നടത്തുമ്പോൾ, മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ മാത്രം എന്താ പഠിച്ചവനെ എനിക്ക് ഈ ഗതി വന്നത്, മുഖത്തിങ്ങനെ ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന പിഞ്ചു പൈതങ്ങളൊന്നും അറിഞ്ഞൂടാ, പക്ഷെ വാപ്പയുമായി സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ കാരണവന്മാരെ സമ്മതിക്കാത്തത് കൊണ്ട് അങ്ങനെ ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന ഒരു ദിവസമായി കുഞ്ഞുമക്കളുടെ റബീഉൽ അവ്വൽ 12 മാറിയാൽ ലോകം മുഴുവൻ, മണ്ണും വിണ്ണും സർവ്വചരാചരങ്ങളും സന്തോഷത്തിലാണ്, ഉമ്മത്തുകൾ മുഴുവൻ സന്തോഷത്തിലാണ്. ആകെ അവിടുത്തെ ജനനത്തിൽ വിഷമം പ്രകടിപ്പിച്ചത് ഇബ്ലീസ് ലഅനത്തുല്ലാഹ് അവിടെ നിന്ന് മാത്രമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കോമൺ സെൻസ് വേണം. നമുക്ക് അല്ലാഹു ബുദ്ധി തന്നിട്ടുണ്ട്. ഒരു കാരണവശാലും വേണ്ടാത്തതൊന്നും വേണ്ട, ചെയ്യാൻ പാടില്ലാത്തതൊന്നും ചെയ്യാൻ പാടില്ല. റബീഉൽ അവ്വൽ 12 ചെയ്യാൻ പാടില്ല, 13 ചെയ്യാൻ പാടില്ല, ഒന്നിനും ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പാടില്ലാത്തൊന്നും ചെയ്യാൻ പാടുള്ളത് മുഴുവനും കഴിവിൻ്റെ പരമാവധി. ആ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കി. എന്തിൻ്റെ പേരില്ല പ്രിയപ്പെട്ടവരെ ആ സന്തോഷത്തിന് കുട്ടികൾക്ക് മധുരം കൊടുക്കുക, ആ മഹല്ലുകാർക്ക് ഭക്ഷണം കൊടുക്കുക? എന്തിൻ്റെ പേരിൽ നമ്മളത് തടയുക? എന്ത് എവിഡൻസ് നമുക്കുള്ളത് തടയാൻ? ഒന്നുമില്ല. വലിയൊരു നന്മയാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ആ നന്മയിലൊക്കെ നമ്മൾ എൻഗേജഡ് ആകണം, സന്തോഷഭരിതനാകണം നമ്മുടെ മുഖം. അൽഹംദുലില്ലാഹ്.
ഈ പരിശുദ്ധമായ മീലാദ് ഇവിടെ പറഞ്ഞല്ലോ 1500-ാമത്തെ മീലാദാണ്. ഈ 1500-ാമത്തെ മീലാദുൻ നബി വന്നപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, പല സഹോദരങ്ങളും ചോദിച്ചു, ഉസ്താദേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500 വർഷത്തിലധികം ഖബറിൽ കിടക്കില്ല എന്നൊരു കേട്ടുകേൾവിയുണ്ടല്ലോ. അങ്ങനെ ഹദീസോ മറ്റോ വല്ലതും ഉണ്ടോ? ആപ്തവാക്യങ്ങളുണ്ടോ? ഞാനും എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, മദ്രസയിലേക്ക് പഠിക്കുമ്പോൾ അവിടുന്ന് 1500 കൊല്ലത്തിലേറെ ഖബറിൽ കിടക്കില്ല ഒരു കിംവദന്തി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതിൽ വല്ല വാസ്തവമുണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അതിനൊരു നിവാരണം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒറ്റ വാക്കിൽ കാണുകയാണ്. ഇതേ ചോദ്യം മഹാനായ രണ്ടാം ശഫഈ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാനുഭാവനോട് ചോദിക്കുന്നുണ്ട്. അവിടുത്തെ ഫത്താവയിൽ കാണാം, ഈ ഒരു ചോദ്യം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതകളുമായി ബന്ധപ്പെട്ട് ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യബ്ഖാ ബഅദ വഫാത്തിഹി അൽഫ സന. അവിടെ 1000 വർഷം എന്നാ പറഞ്ഞത്. ഹിജ്റ 6-7 നൂറ്റാണ്ടുകളിലുള്ള ആളാണ് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാനുഭാവൻ ചർച്ച ചെയ്യുന്ന 1000 കൊല്ലം. ഇപ്പോൾ അതിനുശേഷം വർഷങ്ങൾ കടന്നു പോയല്ലോ. അപ്പോൾ നമ്മൾ കണക്കൂട്ടുമ്പോൾ ഏകദേശം 1500 വർഷം, 1000 കൊല്ലം അവിടുന്ന് അതിനുശേഷം 1000 കൊല്ലത്തിന് ശേഷം കൊല്ലം വരെ അല്ലെങ്കിൽ കൊല്ലത്തിന് ശേഷം അവിടുന്ന് ഖബറിൽ ഉണ്ടാവില്ല, അവശേഷിക്കില്ല. അതായത് ഖിയാമത്ത് നാളാകും. 1500 വർഷമേ അല്ലെങ്കിൽ 1000 വർഷമേ ഉണ്ടാകൂ, അത് ഞാൻ ഖിയാമത്ത് നാളാകുകയാണ് എന്നൊരു കിംവദന്തി കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് വാസ്തവം എന്ന് ചോദിക്കുന്നുണ്ട്. ഹൽ ഹുവ സഹീഹുൻ, അത് ശരിയാണോ, വാസ്തവമുള്ളൊരു കമൻ്റ് ആണോ അത് എന്ന് ചോദിക്കുന്നുണ്ട്. ഫഖാൽ, അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഹദാ ബാത്തിലുൻ ലാ അസ്ല ലഹു, അത് ബാത്തിലാണ്, അത് ശരിയല്ല, അതിന് ഒരടിസ്ഥാനവുമില്ല. ഇല്ലാത്തില്ല എന്ന് നമ്മൾ പറയണമല്ലോ. ഇല്ലാത്തതില്ല എന്ന് പറയാൻ കാണിക്കുന്ന ചങ്കൂറ്റം അതാണല്ലോ ദീനിന് വേണ്ടത്. ഉള്ളതും അനുവദിച്ചതും അള്ളാഹു പുണ്യമായി കൂലി തരുന്നതും അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ പറയണം. അതുകൊണ്ടാണ് നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തായത്. അല്ലെങ്കിൽ വിദഅത്താരായി പോകും. ഉള്ളതിനെ ഇല്ലാന്നും ഇല്ലാത്തിനും ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ വിദഅത്തായി പോകുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം, അവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഉള്ളത് എന്ന് തന്നെ പറയണം. ഇവിടെ ഇമാം നവവി തങ്ങൾ പറഞ്ഞു ഹുവ ബാത്തിലുൻ ഹാദാ ബാത്തിലുൻ ലാ അസ്ല ലഹു, ഒരടിസ്ഥാനമില്ലാത്ത കാര്യമാണ്, അങ്ങനെയൊന്നുമില്ല. ഇനി ആ കാര്യത്തിൽ ഖിയാമത്ത് നാളിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ബേജാർ ആർക്കും വേണ്ട എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. എന്ന് കരുതിയിട്ട് ഖിയാമത്ത് നാൾ ഇനിയിപ്പോൾ പ്രതീക്ഷിക്കേണ്ട, ഖിയാമത്ത് നാൾ പിന്നെ അതൊക്കെ ഒരുപാട് അകലെയുള്ള ചർച്ചയാണ് എന്നൊന്നും വിചാരിക്കേണ്ട. അടയാളങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ആ ഒരു വിഷയം കൂടെ നമ്മൾ ഈ മസ്അലയോടെ ചേർത്ത് നമ്മൾ മനസ്സിലാക്കുക. ഇനി റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പിറ കണ്ടാൽ, ഇന്ന് പിറ കാണാനുള്ള പല രാജ്യങ്ങളും പല നാടുകളുണ്ട്, പ്രവാസ ലോകത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് പിറ കണ്ടാൽ എന്താ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഒന്ന് ഓടിച്ചു പറഞ്ഞു പോകാം. ആദ്യം പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ സഡൻ ചെയ്യേണ്ടത് ഈ ദുആയാണ്. ഏതാണ് ദുആ? പരിചയപ്പെടാം. അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുക്കല്ലാഹ് ഹിലാലു റുസ്തിം വഖൈർ ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശഹരി സഫർ വജാഅ ബിശഹരി റബീഉൽ അവ്വൽ. അൽഹംദുലില്ലാഹ്, ഈ ദുആയാണ് നമ്മുടെ ശരീരത്തിനും സമ്പത്തിനും ഈമാനിനും എല്ലാം സലാമത്ത്, അള്ളാൻ്റെ കാവൽ കൂടെ ഉണ്ടാവും. ഈ ഒരു മാസക്കാലം ഒരു ഭയപ്പാടും വേണ്ട, അള്ളാൻ്റെ സഹായം കൂടെ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ സെക്കൻഡ് വൺ സുന്നത്ത് എന്ന് പറയുന്നത് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കിൻ്റെ പാരായണം. തബാറക്കല്ലദീ ബിയദിൽ മുൽക്ക്, അത് പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യ രാവിലെ നമ്മൾ പാരായണം ചെയ്യണം. കാരണം ഒരു ആയത്തൊരു ദിവസത്തിനേക്കെന്നാണ്, ഒരായത്തൊരു ദിവസത്തിന്. അങ്ങനെ ഈ ഒരു 30 ദിവസം റബീഉൽ അവ്വൽ മുഴുവനും ഖൈറും ബറക്കത്തും കാവലും കിട്ടാൻ എന്ത് കാരണമാവും? ഈ സൂറത്തുൽ മുൽക്ക് ഒറ്റവട്ടം ഓതിയാൽ മതി. നിയ്യത്ത് വേണം. അള്ളാഹു ആദ്യ രാവിൽ, ഈ മാസത്തിൻ്റെ ആദ്യ രാവിൽ ഓതൽ സുന്നത്തുള്ള സൂറത്തുൽ മുൽക്ക് ഞാൻ ഓതുകയാണ്. നിയ്യത്തുണ്ടെങ്കിലേ കൂലി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ ഓതി അങ്ങോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ. കൂലി നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ നിയ്യത്ത് വേണം. ആ നിയ്യത്തിൽ ഒരു വട്ടം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കൂടുതൽ സ്വലാത്തുകൾ സാധാരണ ചൊല്ലുന്നുണ്ട്, പക്ഷേ ഹബീബിന്റെ മാസമാകുമെന്ന് കൂടുക. അവിടുന്ന് പറയാൻ മൻ സ്വല്ലാ അലയ്യ ഹീന യുസ്ബിഹു അസറൻ വഹീന യുംസി അസറാ. ഒരു 10 സ്വലാത്ത് സ്വല്ലല്ലാഹു അലൈഹി സയ്യിദനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് ഒരു 10 എണ്ണം ചൊല്ലി, സുബഹി കഴിഞ്ഞിട്ടും ചൊല്ലി, മഗ്രിബ് കഴിഞ്ഞിട്ടും ചൊല്ലി. അങ്ങനെ ചൊല്ലാൻ നിങ്ങൾക്ക് പറ്റുമോ? അങ്ങനെ ചൊല്ലിയാൽ അദറക്കതുഹു ശഫാഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ശഫാഅത്ത് അവൻ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആരാ പറയുന്നത്? പുണ്യ റസൂലാണ്. ഇമാം തൊബറാനി തങ്ങൾ ഈ ഹദീസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ശഫാഅത്ത് കിട്ടും. ശഫാഅത്ത് കിട്ടിയാൽ പിന്നെ സ്വർഗ്ഗം ഉറപ്പല്ലേ? അപ്പോൾ ശഫാഅത്ത് കിട്ടുന്ന അമലാണ് സ്വലാത്ത്. ആ സ്വലാത്ത് എപ്പോഴും വേണം, വർദ്ധിപ്പിച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ സാധാരണ ചൊല്ലുന്നതാണ്.
അതൊരു വിജയമാണ്. ഇനി നോക്കിക്കോളൂ പ്രിയപ്പെട്ടവരെ, നാലാമത്തത് റബീഉൽ അവ്വൽ വന്നാൽ ആദ്യ രാവ് മുതൽ മുഅ്മിനീങ്ങൾ, മുഖ്ലിസീങ്ങൾ, സ്വാലിഹീങ്ങൾ, അൽ ഉലമാ, യഥാർത്ഥ പണ്ഡിതന്മാർ, യഥാർത്ഥ സൂഫികൾ, യഥാർത്ഥ ജ്ഞാനികൾ സജീവമായിട്ട് നടത്തുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് മൗലിദ്. അവിടുത്തെ മദ്ഹ്, അവിടുത്തെ പ്രകീർത്തനങ്ങൾ, അപദാനങ്ങൾ, അതിങ്ങനെ പാടി പറയാമെന്ന് പറയുന്നത് അത് ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലും എഴുത്തിലും വായനയിലും വോയിസിലും ഒക്കെ ആകാം. കഴിവിൻ്റെ പരമാവധി മദ്ഹ് അത് വിശ്വാസികളായ ഈമാനുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷനാണ്. അവിടുത്തെ മദ്ഹ് പറയാൻ ഇത്തരം കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ കഴിവിൻ്റെ പരമാവധി നമ്മളെല്ലാം ഭാഗവാക്കാകണം. ഇപ്പം നാളെ പിറ കണ്ടാൽ നമ്മുടെ കേരളക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉടൻ സഡൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അതിലെല്ലാം ബറക്കത്തും ഐശ്വര്യം നമുക്ക് പ്രദാനം ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ലാസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്ന അവിടുത്തെ മദ്ഹുണ്ടല്ലോ, മൗലിദ് പാരായണം എമ്പാടും കൂലി കിട്ടുന്ന കാര്യമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ തുറന്നു നോക്കിയാൽ മുഴുവനും അവിടുത്തെ മദ്ഹ, പുണ്യ റസൂലിൻ്റെ മദ്ഹാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുമ്മ നബി എന്ന് പറയല്ല, മദ്ഹ തന്നെയാണ്. പേരുകൾ പോലും മദ്ഹാണ്. യാസീൻ അവിടുത്തെ പേരാണ്, ത്വഹ പേരാണ്, എല്ലാം മദ്ഹാണ്. മദ്ഹ കൊണ്ടാണ് അവിടുത്തെ അഭിസംബോധന ചെയ്യുന്നത്. യാ മുഹമ്മദ് എന്ന് എവിടെയും ഖുർആനിൽ കാണാൻ പറ്റില്ല. അവിടെയും മദ്ഹാണ്, അവിടെയും മദ്ഹാണ്. അവിടുത്തെ പേര് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയുന്ന ഭാഗത്ത് പോലും മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഖുർആൻ പറയുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. ആ ഗഡ്സ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ, ആ പവർ അങ്ങോട്ട് കാണിച്ചു. ആ വാക്കിൽ പോലും അവിടുത്തെ മദ്ഹാണ്. മദ്ഹ് പറഞ്ഞിട്ടാണ്, അവിടെ ചുമ്മാ പേര് പറയൂല, മദ്ഹോട് കൂടെയാണ് പറയുന്നത്. കണ്ടില്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മടി കൂടാതെ ഖുർആനിൽ പ്രസന്റ് ചെയ്ത, മാത്രമല്ല ഞാനും എൻ്റെ മലക്കുകളും ഇവിടെ മദ്ഹ് ചൊല്ലിക്കൊണ്ടിരിക്കുക, മൗലിദ് നടത്തിക്കൊണ്ടിരിക്കുക, മുഅ്മിനീങ്ങളെ നിങ്ങളും ഏറ്റെടുക്കണം എന്ന് പറയുന്ന സൂറത്തുൽ അഹ്സാബിൻ്റെ ആയത്തോതി പറയാൻ നേരമില്ല, അറിയാലോ, നമുക്ക് മനപ്പാടുണ്ടല്ലോ. അത് മുഅ്മിനീങ്ങളായ എല്ലാ വിഭാഗം ഏറ്റെടുക്കണം. ഇനി ഒരാൾ മുഅ്മിനല്ല എന്നുണ്ടോ, ഏറ്റെടുക്കേണ്ടതില്ല. ഈമാനുണ്ടെങ്കിൽ ഏറ്റെടുക്കണം. അതാണ് മദ്ഹ്. ഈ മൗലിദ് പാരായണം വീട്ടിൽ നടത്തും. ഇപ്പോൾ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ പിറ കണ്ട് ഒന്നാണെന്ന് ബോധ്യപ്പെട്ടാൽ മൗലിദ് പാരായണം അത് ഒരു വരിയെങ്കിലും ഒരു പാടിപ്പറയൽ, അല്ലെങ്കിൽ ഗദ്യരൂപത്തിൽ അവിടുത്തെ ചരിത്രം വായിക്കുക, പറയുക, സംഭവങ്ങൾ പറയുക, ഇതൊക്കെ അവിടുത്തെ മദ്ഹാൻ. അവിടുത്തെ മദ്ഹിൽപ്പെട്ട സ്വലാത്ത് എന്താണ്? മദ്ഹാൻ, സ്വലാത്ത്. പ്രത്യേകിച്ച് മദ്ഹ് കൂടുതലുള്ള സ്വലാത്തുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കാൻ തീർച്ചയായും അത് വീട്ടിൽ നടക്കുമ്പോൾ, ഒരു സ്ഥാപനത്തിൽ നടക്കുമ്പോൾ, ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ, ഒരു മഹല്ലിൽ നടക്കുമ്പോൾ, ഒരു ജമാഅത്ത് പള്ളിയിൽ നടക്കുമ്പോൾ, അവിടെ എല്ലാം കിട്ടാൻ പോകുന്ന 7ഓളം അത്ഭുത നിഅമത്തുകളെക്കുറിച്ച്, ബറക്കത്തുകളെക്കുറിച്ച് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, എൻ്റെ വക എല്ലാ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വക പറയാനുള്ളതല്ല ഈ പ്ലാറ്റ്ഫോം. ഇത് മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ, വേറെയും മഹത്തുക്കളായ ഉലമാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എമ്പാടും ഇന്നും നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇമാം സുയൂത്തി തങ്ങളുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഇന്നും നടത്തിക്കൊണ്ടിരിക്കുക. സ്വഹാബത്തിന് തന്നെ ഇരുന്ന് പണി. സ്വഹാബത്തിന് അവിടുത്തെ മദ്ഹ് പറയാം. ചുമ്മാ മോത്തേക്ക് നോക്കിയിരിക്കലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഫ്ളൽ ബശീർ ബഅദൽ അംബിയ, അംബിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ആളാരാ? മുഹീദ്ദീൻ ശൈഖ് തങ്ങളല്ല റളിയല്ലാഹു അൻഹു, പിന്നെ ആരാ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. ഈ ഉമ്മത്തിൽ ഫസ്റ്റ് വൺ അബൂബക്കർ തങ്ങളാണ്. ആ അബൂബക്കർ തങ്ങളോട് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ ഇങ്ങോട്ട് വരൂ തങ്ങളെ എന്ന് പറഞ്ഞ് മാടി വിളിക്കുന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ ബഹുമാനമാണ്. ആ ഏറ്റവും ബഹുമാനമുള്ള അബൂബക്കർ തങ്ങളുടെ പണി എന്താ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ അന്നദുറു ഇലാ വജീക, ചുമ്മാ അവിടുത്തെ മുഖത്തേക്ക് നോക്കിയിരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എങ്ങനെ പറ്റാതിരിക്കുക, എങ്ങനെ മുഖത്തുനിന്ന് കണ്ണെടുക്കുക? കഅന്നശംസു തദൂറു ബി വജീഹി, സൂര്യൻ കറങ്ങുന്ന പോലെ സൗന്ദര്യമുള്ള മുഖമല്ലേ. ഒന്ന് കാണണ്ടേ അവിടുത്തെ മുഖം, ഒന്ന് അറിയണ്ടേ, അനുഭവിക്കണ്ടേ പ്രിയപ്പെട്ട, നമ്മൾക്ക് എക്സ്പീരിയൻസ് വേണ്ടേ അവിടുത്തെ മുഖത്തിൻ്റെ കാര്യം? അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അതിന് നമുക്ക് ഭാഗ്യം തരും. ഈ ലോകത്തും പരലോകത്തും ഭാഗ്യം തരും ഈ സ്വലാത്തും മദ്ഹൊക്കെ. ഇവിടെ ഇമാം സുയൂത്തി നിങ്ങൾ പറയുന്നുണ്ട്, മുസീബത്തുകൾ, അപകടങ്ങൾ, ആഫാത്തുകളൊക്കെ നീങ്ങിപ്പോകും മൗലിദ് പാരായണം നടത്തുന്ന വീട്ടിൽ. ആ വീട്ടുകാർക്ക്, കുടുംബക്കാർക്ക് ആലോചിച്ച് നോക്കി. മുസീബത്തുകൾ, ആഫാത്തുകൾ, അപകട മരണങ്ങളൊക്കെ, ഇങ്ങനെയുള്ള മുസീബത്തുകളൊക്കെ നീങ്ങിപ്പോകാൻ കാരണമാകും എന്ത്? മൗലിദ് പാരായണം കുടുംബത്തിൽ. അതേപോലെ മോഷ്ടാക്കളുടെ, കള്ളന്മാർ കട്ടുകൊണ്ടുപോവുക, അത് എന്ത് സംഗതിയാണെങ്കിലും ഒന്നും ഉണ്ടാവില്ല, അള്ളാഹിൻ്റെ കാവലുണ്ടാവും എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. മൂന്നാമത്തെ ദാരിദ്ര്യം നീങ്ങും, ഫക്കറില്ലാതെയായി പോകും. കാരണം ഐശ്വര്യം ബർക്കത്ത് അവിടെ വന്നു, പിന്നെ ദാരിദ്ര്യം എവിടെ നിന്ന് വരാനാണ്? അതുണ്ടാകും. നാലാമത്തെ കാര്യം അഗ്നിബാധ, പെട്ടെന്ന് തീപിടിക്കുന്ന
പല അപകടങ്ങളും സംഭവിക്കാമല്ലോ. ഷോർട്ട് സർക്യൂട്ടിലൂടെ സംഭവിക്കാം, ഗ്യാസിൻ്റെ പ്രശ്നം, എന്തും സംഭവിക്കാം. അള്ളാഹിൻ്റെ കാവലിങ്ങനെ പോവുക, അത് കാവൽ കിട്ടാൻ ഇത് മതിയാകും. മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ അഞ്ചാമത്തെ വബാ, ഈ പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും ഒന്നും ആ വ്യക്തിയിലേക്കും ആ കുടുംബത്തിലേക്കും വീട്ടിലേക്കും കിടക്കില്ല, അള്ളാഹിൻ്റെ കാവലുണ്ടാകും. മാത്രമല്ല ആറാമത്തെ കണ്ണേറ് സൂക്ഷിച്ചില്ലെങ്കിൽ ഖബറിൽ പോയി കിടക്കേണ്ടി വരും ആരോഗ്യമുള്ള ചെറുപ്പക്കാരി എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഗൗരവമുള്ള വിഷയമാണ്. ഈ ഉമ്മത്തിൽ ഭൂരിഭാഗം ആളുകളും മരിക്കാൻ കാരണം കണ്ണേറ് കാരണമാണ് എന്നൊക്കെ ഹദീസില്ലേ. ഗൗരവമുള്ള വിഷയമാണ്, നമ്മൾ അറിയുന്നില്ല. പലരുടെയും കമൻറ്റിലൂടെയും നോട്ടത്തിലൂടെയൊക്കെ നമുക്ക് അടിച്ച് ഫയർ ചെയ്ത് കണ്ണീര് വരും. അതിൽ നിന്ന് കാവലുണ്ടാകും ആ വീട്ടുകാർക്കും കുടുംബക്കാർക്കും. മാത്രമല്ല ഏഴാമത്തെ ഹസദ്, അസൂയ കൊണ്ട് പലതും സംഭവിക്കാം. നമുക്കെതിരെ പലതും ഭൗതികപരമായിട്ട് പലതും നമുക്കെതിരെ പ്രവർത്തിക്കാൻ, നമ്മളെ കൊടുക്കാൻ ശ്രമിക്കാം. പിന്നെ നമുക്ക് പല അപകടങ്ങളും ചെയ്യാൻ, പല മാരണങ്ങളും ചെയ്യാനും പല ശത്രുതകളും പ്രകടിപ്പിക്കാൻ കാരണമാവും. അതൊക്കെ തടഞ്ഞു വെക്കും ഈ പരിശുദ്ധമായ മദ്ഹ് വീട്ടിലുണ്ടെങ്കിൽ. അപ്പോൾ 7ഓളം മഹത്വം മൗലിദ് ചൊല്ലുന്ന, മദ്ഹ് ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്ന കുടുംബങ്ങൾക്ക് അല്ലാഹു ഓഫർ ചെയ്യുന്നുണ്ട് എന്നാണ് ഇമാം സുയൂത്തി ഞങ്ങൾ പറയുന്നത്. പിന്നെയും ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്, സാന്ദർഭികമായി പറയാം. അൽഹംദുലില്ലാഹ്, കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവരെ ഈ റബീഉൽ അവ്വൽ മാക്സിമം ഉപയോഗപ്പെടുത്തണം. ചെയ്യേണ്ടത് ചൊല്ലേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, പ്രത്യേകിച്ച് മൗലിദിൻ്റെ മഹത്വം പറഞ്ഞു. കഴിവിൻ്റെ പരമാവധി എല്ലാത്തിനും നമ്മളൊക്കെ ഭാഗമാക്കുക. പ്രത്യേകിച്ച് ഒന്നുകൂടെ പറയാണ്, സ്വലാത്തിൻ്റെ ചലഞ്ച് ഓർമ്മപ്പെടുത്തിയിരുന്നു. സ്വലാത്തിൻ്റെ ചലഞ്ചിൽ മാക്സിമം ഭാഗമാക്കാകണം. ഒരു വീട്ടിൽ നിന്ന് തന്നെ പലർക്കും ഭാഗമാക്കാം, ഒരു വീട്ടിൽ നിന്ന് ഒരാൾ എന്നുള്ള കണക്കിലല്ല. അപ്പോൾ നമ്മൾ എണ്ണം പിടിക്കുമ്പോൾ നമ്മൾ മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച പറഞ്ഞ ആ ദിവസം മുതൽ അൽഹംദുലില്ലാഹ് എണ്ണം പിടിക്കുക. അവിടെ നിന്ന് നമ്മൾ ഈ റബീഉൽ അവ്വലിൻ്റെ ഏകദേശം അവസാന ഭാഗത്ത് റബീഉൽ അവ്വൽ ഇപ്പോൾ സെപ്റ്റംബർ 15-ാം തീയതി തിങ്കളാഴ്ചയോടുകൂടെ നമ്മൾ ഈ പ്രത്യേക ഓഫറിൻ്റെ ഇത് ക്ലോസ് ചെയ്യും. അതായത് അതുവരെ കിട്ടുന്ന പേരുകളാണ് നമ്മൾ നെർക്കിന് വേണ്ടി ഉപയോഗിക്കുക. സെപ്റ്റംബർ 22-ാം തീയതി റബീഉൽ അവ്വൽ, ഏകദേശം 29, ഏകദേശം ഒരു കണക്ക്, ഒന്ന് വന്നാലാണ് അറിയുള്ളൂ. ഏതായിരുന്നാലും സെപ്റ്റംബർ 22-ാം തീയതി നമ്മളതിൻ്റെ നറുക്കെടുക്കും. വിജയികളെ നമ്മൾ പ്രഖ്യാപിക്കും. അവർക്കുള്ള സമ്മാനം സഡൻ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിലൊക്കെ മാക്സിമം ഭാഗവാക്കാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം സലാമത്ത് പ്രദാനം ചെയ്യുന്ന, അവിടുത്തെ ശഫാഅത്ത് വുജൂബാകുന്ന, അവിടുത്തെ സ്നേഹം കിട്ടുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ സ്നേഹിച്ചു, ഒരാളെ ഇഷ്ടം വെച്ചു, ഇനി അയാൾ പരാജയപ്പെടും. നിങ്ങൾക്ക് ഒന്നുണ്ടോ? ചുമന്ന് ചിന്തിച്ചു, എന്തിനായത്തു ഹദീസും? നബി തങ്ങൾക്ക് ഒരാളോട് ഇഷ്ടമാണ്, ഒരാൾക്ക് നബി തങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ്, അയാൾ പരാജയപ്പെടുമോ? നിങ്ങൾ പറ. ഒരു വ്യാഖ്യാനം വേണ്ട, ഒന്ന് ചിന്തിച്ചു നോക്കി. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ഈ മാസം വെറുതെ ഇരിക്കില്ല, അത് ഈമാനുള്ളതിൻ്റെ അടയാളമാണ്. ഒന്നും ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഈ ഉമ്മത്തിൻ്റെ നിലപാട്. അള്ളാഹു വിജയിപ്പിക്കട്ടെ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله